യാങ്കി സയനിസ്റ്റ് കൂട്ടുകെട്ടിനെതിരെ ഇറാൻ തനിച്ചല്ലെന്ന് വിളിച്ചോതുകയാണ് ചൈനയും റഷ്യയും. ഇറാനു വേണ്ടി സ്വന്തം വിമാനം കളത്തിലിറക്കിയിരിക്കുകയാണ് റഷ്യ. ഞങ്ങൾ നിഷ്പക്ഷരല്ലെന്നും ഇറാൻ പക്ഷക്കാരാണെന്നും വിളിച്ചു പറയുകയായിരുന്നു റഷ്യയും ചൈനയും. ലബനോനിൽ ഇസ്രായേലിന്റെ കരയുദ്ധവും ബോംബിങ്ങും ശക്തമായി നടക്കുമ്പോൾ തന്നെ ഇറാനു വേണ്ടി റഷ്യയുടെ വിമാനം ലബനോനിൽ പറന്നിറങ്ങി. 2026 മാർച്ച് 7-8 തീയതികളിലായി ബൈറൂത്തിൽ നിന്നും 100-ലധികം ഇറാനികളെ റഷ്യൻ വിമാനത്തിൽ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി റഷ്യ. 117 പേരോളം ഈ വിമാനത്തിലുണ്ടായിരുന്നു. നയതന്ത്ര പ്രതിനിധികൾ, എംബസി ജീവനക്കാർ, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവരെയാണ് പ്രധാനമായും മാറ്റിയത്. കൊല്ലപ്പെട്ട ഒരു ഇറാനിയൻ നയതന്ത്രജ്ഞന്റെയും കുടുംബത്തിന്റെയും മൃതദേഹങ്ങളും ഇതേ വിമാനത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതേസമയം ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി 2026 മാർച്ച് 8 ബെയ്ജിങ്ങിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെക്കുറിച്ച് നടത്തിയ പ്രസ്താവനകൾ ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നാണ്. ഇറാനെതിരെയുള്ള US-ഇസ്രായേൽ സൈനിക നീക്കം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നുവെന്നും ഇത് ആർക്കും ഗുണം ചെയ്യില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോകം വീണ്ടും ഒരു കാട്ടുനീതിയിലേക്ക് മടങ്ങാൻ പാടില്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കരുത്തുള്ളവന്റെ ഇഷ്ടം നടപ്പിലാക്കുന്ന രീതി ശരിയല്ലെന്നും രാജ്യങ്ങളുടെ പരമാധികാരത്തെ മാനിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അമേരിക്ക ഇന്നും എന്നും ചെയ്യുന്നത് തങ്ങളുടെ ശക്തി, തങ്ങളുടെ അധികാരം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇറാന്റെയും മറ്റു ഗൾഫ് രാജ്യങ്ങളുടെയും പരമാധികാരവും പ്രാദേശിക അഖണ്ഡതയും സംരക്ഷിക്കപ്പെടണം. ഭരണകൂടങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കാനാവില്ല. സൈനിക നടപടികൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും എല്ലാ കക്ഷികളും ചർച്ചയുടെ മേശയിലേക്ക് മടങ്ങി വരണമെന്നും ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നും ചൈന അമേരിക്കയോട് ആവശ്യപ്പെട്ടു.